ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ PSC യോഗത്തിൽ കുറച്ചധികം നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതിൽ നമ്മൾ ഇലക്ട്രിക്കലുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ വരുന്ന ജൂൺ മാസം 30 പബ്ലിഷ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഓക്കെ 2022 വന്ന നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിലെത്ര പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതേപോലെ എത്ര പേര് എക്സാം അറ്റൻഡ് ചെയ്തു, എത്ര പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക്, അതേപോലെ ഇതുവരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കമ്മീഷൻ യോഗത്തിലാണ്. അതിൽ 7ാമത്തെ പോയിന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ജൂൺ മാസം 30 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് കഴിഞ്ഞ കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് നമ്മളിവിടെ ആഡ് ആക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 678/2022 കാറ്റഗറി നമ്പർ. അതായത് 2022 ബൾക്ക് നോട്ടിഫിക്കേഷൻ 2022 ലാസ്റ്റ് എല്ലാ വർഷവും അവസാനം അവർ കുറച്ച് ബൾക്ക് നോട്ടിഫിക്കേഷൻസ് ഇറക്കാറുണ്ട്. അതിൽ വന്നൊരു നോട്ടിഫിക്കേഷനാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ. നിങ്ങൾക്കറിയാം, ആ ഒരു സമയത്ത് ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ എല്ലാം ഒരുമിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇലക്ട്രിക്കൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ആണ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ആ ഒരു സമയത്ത് 31 വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 41,300 തൊട്ട് 87,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സമയത്ത്, ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് 31 വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. സ്വാഭാവികമായിട്ട് എന്താ BTech കഴിഞ്ഞവർക്കും എല്ലാവർക്കും എന്താ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എല്ലാവർക്കും എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, 3 ഇയർ ഡിപ്ലോമയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഉള്ളത്. പിന്നെ നമുക്കവിടെ എത്ര പേര് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 2022-23 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ 14,583 പേരാണ് എന്തിരിക്കുന്നത് ആ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. 14,583. അതായത് 2022 ലാസ്റ്റ് 2023 സ്റ്റാർട്ടിങ്ങിൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് 2023 എന്താ പറയണ്ടേ ജൂണിൽ തന്നെ ഓക്കെ എക്സാം കണ്ടക്ട് ചെയ്തു. ഓക്കെ, 2023 ജൂണിൽ തന്നെ അവിടെ എക്സാം കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2023 ഡിസംബർ മാസം അവിടെ ഷോർട്ട് ലിസ്റ്റും വന്നു. ഓക്കെ, 2023 ഡിസംബർ മാസം അവിടെ എന്ത് ചെയ്തു, ഷോർട്ട് ലിസ്റ്റ് വന്നു. നിങ്ങൾക്കറിയുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ 2024 മാർച്ച് മാസം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. 2024 മാർച്ച് മാസത്തോടുകൂടി തന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. 2023 ജനുവരിയിൽ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തന്നെ അവിടെ എക്സാം കണ്ടക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഒരു വർഷം ഡിസംബറിൽ തന്നെ എന്ത് ചെയ്തു, അടുത്തൊരു 6 മാസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു 6 മാസം, മാർച്ച് ഒരു 3 മാസത്തിനുള്ളിൽ എന്ത് അവിടെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അപ്പം 1.5 വർഷത്തിനുള്ളിൽ എന്ത് അവിടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് വന്നത് എപ്പോഴായിരുന്നു? ഓക്കെ, റാങ്ക് ലിസ്റ്റ് വന്നേക്കുന്നത് ഏപ്രിൽ മാസമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു ജൂൺ മാസം 16-ാം തീയതി എക്സാം കണ്ടക്ട് ചെയ്തിട്ട് ഡിസംബർ മാസം 18-ാം തീയതി അവിടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഇനിയിപ്പോൾ അടുത്തത് എത്ര പേരാണ് അവർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, എത്രയാണ് കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. ടോട്ടൽ 228 പേരെന്താ അവർ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 97 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള 119 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് 12 പേര്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 228 പേരാണ് എന്തിരിക്കുന്നത് നമ്മളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അപ്പം ഇവരുടെ ഈ ഒരു 97 പേരെന്താ 53.67 മാർക്കോ അതിൽ കൂടുതലും ഉണ്ട്. അവരെയാണ് അവരെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിൽ കുറവുള്ളവരെന്താ സ്വാഭാവികമായിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ആഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ മൊത്തം 228 പേര് അവർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
97 പേര് മെയിൻ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അതായത് 14,000 ആയിരുന്നു അപ്ലിക്കൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എക്സാം എഴുതിയേക്കുന്ന ഏകദേശം 10,000-ഓളം വരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് 228 എന്ത് ചെയ്യാം, ആ ഒരു ലിസ്റ്റ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൽ 97 പേരായിരുന്നു മെയിൻ ലിസ്റ്റിലുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് 15/4/2024 എന്ത് ചെയ്തേക്കുന്നത്, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നേക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 2026 ഏപ്രിൽ മാസം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എത്ര, ഒരു വർഷം കൂടി അവിടെ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, 14/4/2027 വരെ എന്ത് ചെയ്യാം, ആ ഒരു റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉണ്ട്. ഇതിൽ ഇതുവരെ 88 അഡ്വൈസ് ഇതുവരെ മൊത്തം പോയിട്ടുണ്ട്. മൊത്തം 88 അഡ്വൈസ് മൊത്തം പോയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ തന്നെ 31 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എത്രയുണ്ട്, 88 അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട്. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 77ാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് X, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, LCA, OBC, വാണിയ, SIOC, ഹിന്ദു നടാർ, SCC. അപ്പോൾ ഈ ഒരു രീതി EWS, അതേപോലെ DALV, DAHI, DALDCP ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിയമന നില വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം മെയിൻ ലിസ്റ്റിൽ 77 പേർക്കും എന്ത് ചെയ്യാം, അഡ്വൈസ് പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 77ാമത്തെ റാങ്ക് വരെയുള്ളവർക്ക് അഡ്വൈസ് അവിടെ പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഇതുവരെ 88 അഡ്വൈസാണ് ഇവിടെ പോയിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ് ഉള്ളത്, 97 പേരാണ് അവിടെ മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ 97 77, ബാക്കി എത്ര, 20 പേരും കൂടിയാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ ഇപ്പം ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു 20 പേർക്ക് അഡ്വൈസ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്വാഭാവികമായിട്ടും അവിടെ ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലുള്ള റിസർവേഷൻകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ചിലപ്പം ആ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലാതെ പുറത്തുനിന്ന് പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം ഇത്രയും ആണ് ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പം ഈ റാങ്ക് ലിസ്റ്റിന് അവിടെ ഒരു വർഷം കൂടി എന്താ അവിടെ റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. 2027 14/4/2027 വരെയാണ് ഈ റാങ്ക് ലിസ്റ്റിന് അവിടെ വാലിഡിറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ മാസം ജൂൺ മാസം 30 നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു മാസം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എനിക്കൊന്ന് ജൂലൈ ലാസ്റ്റ്, എനിക്കൊന്ന് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം വരുന്ന നോട്ടിഫിക്കേഷന് എത്രയാണ് വേക്കൻസി എന്നൊന്നും നമുക്കിപ്പം പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി അവിടെ റാങ്ക് ലിസ്റ്റിനോട് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷം ഏപ്രിൽ വരെയുള്ള വേക്കൻസീസൊക്കെ അത് വെച്ചിട്ട് തന്നെയായിരിക്കും ഫില്ല് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് ഡാറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും RTI കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ RTI അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ RTI കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2027 ഏപ്രിൽ തൊട്ടിട്ട് 2031 ഓക്കെ ഏപ്രിൽ വരെയൊക്കെയുള്ള എത്ര പേര് പ്രൊമോഷൻ ആവുന്നുണ്ടെന്നോ അല്ലെങ്കിൽ റിട്ടയർഡ് ആവുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.